ഞാൻ പല ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പം അതിനകത്തൊരു 50% ആൾക്കാരും പറയുന്നത് പ്രോപ്പർട്ടി പർച്ചേസിന് എത്തിട്ട് അവർ ഇറങ്ങാനായിട്ടൊരു ധൈര്യം കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി റെൻറ്റിന് പോകാതെ അത് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റെൻറ്റ് കവർ ചെയ്യേണ്ടി വരില്ല, നമുക്കൊരു ഫിനാൻഷ്യൽ ബർഡൻ ആവില്ല. ആ ഒറ്റ റീസണിൻ്റെ പുറത്ത് പ്രോപ്പർട്ടി വാങ്ങാതെ വർഷങ്ങളോളം ഇരുന്ന ആൾക്കാരെ എനിക്കറിയാം. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് നല്ലൊരു രീതിയിൽ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇതിൻ്റെ ഡേറ്റയുടെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഇവിടെ ഗവൺമെൻറ് വെബ്സൈറ്റ്സും പബ്ലിക്കും പെയ്ഡും പല വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റയുടെ ആക്യുറസി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഈ വേക്കൻസി പീരീഡ് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ അത് 2% ആയാം, 1% ലെസ് ദാൻ 2% ആണെങ്കിൽ നമുക്ക് ബെറ്റർ, അതായത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പ്രത്യേകിച്ച് ക്ലോസും കാര്യങ്ങളൊക്കെ എയർലി ആക്സസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 99% ഓഫ് ദ ടൈം വിത്തിൻ 1 വീക്ക് നമുക്ക് ആ ടെനൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ആരും പ്രോപ്പർട്ടി വാങ്ങാതെ ടെൻഷൻ അടിക്കാതെ എല്ലാവരും മുന്നോട്ട് പോകുക. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുന്ന ഓരോ വർഷവും നമുക്ക് ഇതിൻ്റെ ക്യാപിറ്റൽ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം വന്നിട്ട് പ്രോപ്പർട്ടി പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മിസ്സാവുകയാണ്, ഇയേഴ്സാണ് നമ്മൾ മിസ്സാവുന്നത്. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം മുഴുവൻ നമുക്ക് ആ എമൗണ്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നീട് നമുക്ക് ചിലപ്പോൾ അത് നമുക്കൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്റ്റേജിലോട്ട് പോകും. അപ്പം എല്ലാവരും ഇമീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. അപ്പോൾ ഈ വേക്കൻസി പീരീഡ് പോലെ തന്നെ ലൈസൺ മാർക്കറ്റ്, അഫോർഡബിലിറ്റി, അങ്ങനെ ഒരു 30-35 ഡേറ്റ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിന് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം. അപ്പം സ്പീക്ക് ടു യു സൂൺ. ബൈ, താങ്ക് യു.